വയനാട്ടിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് CPMന്റെ 36 വയസ്സുകാരനായ കെ റഫീഖ് പാർട്ടിയെ CPMനെ വയനാട് ജില്ലയിൽ നയിക്കും. തിരുവനന്തപുരത്ത് വി ജോയ് തന്നെ വീണ്ടും പാർട്ടി ജില്ലാ സെക്രട്ടറിയായി തുടരുകയും ചെയ്യും. വയനാട്ടിൽ 27 അംഗ ജില്ലാ കമ്മിറ്റി, അതിൽ 5 പേർ പുതുമുഖങ്ങൾ. തിരുവനന്തപുരത്ത് 46 അംഗ ജില്ലാ കമ്മിറ്റി, അതിൽ 8 പേർ പുതുമുഖങ്ങൾ. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, വളരെ കൃത്യമായ ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് നൽകുന്നുണ്ട് CPIM. അവിടെ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ കെ റഫീഖാണ്. എന്താണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങളൊപ്പം ആരൊക്കെയാണ് പുതുമുഖങ്ങളായി വന്നിട്ടുള്ളത്, ഇനി അവസാനം സമ്മേളന പരിപാടികൾ, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാം. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന വയനാട് ജില്ലാ സമ്മേളനത്തിന്റെ 3ാം ദിനവും അതിന്റെ സമാപന ദിനം ഇന്ന് പ്രധാനമായും നടന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. രാവിലെ സെക്രട്ടറിയെയും ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തു. കെ റഫീഖാണ് CPM വയനാട് ജില്ലാ സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്തത്. അദ്ദേഹം നേരത്തെ തന്നെ CPMന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയുമാണ്. അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ആണ് കെ റഫീഖ്. അത് നേരത്തെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് എത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹം ജില്ലയിൽ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട്. SFIയുടെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം എന്നീ ഉത്തരവാദിത്വങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ റഫീഖ്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സ്ഥിര സമിതി അംഗം തുടങ്ങിയ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഒട്ടേറെ ചുമതലകൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഈ ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വയനാട്ടിൽ ഈ ജില്ലാ സമ്മേളനം നടന്നത്. ഈ ദുരന്ത പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ ഏറെ സംസ്ഥാനത്തിന് തന്നെ ഏറെ പ്രശംസ നേടിയ ഒരു രക്ഷാപ്രവർത്തനത്തോടൊപ്പം തന്നെ സ്ഥിരം പുനരധിവാസ പ്രവർത്തനങ്ങളുമെല്ലാം കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു. ഈ കെ റഫീഖിൻ്റെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതൃനിര അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അത് ആ ഘട്ടത്തിൽ വലിയ സമാനതകളില്ലാത്ത അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അതിനെല്ലാം നേതൃത്വം നൽകിയത് കെ റഫീഖാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വരുമ്പോൾ അദ്ദേഹത്തിന്. ശരി അനൂപ്, അത് തന്നെയാണ്. റഫീഖ് നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ റഫീഖിൽ നിന്ന്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.